ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ BS4 മോഡൽ വണ്ടിയാണ് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, ഫ്രണ്ട് ടയർ ചെക്ക് ചെയ്യണം, വെട്ടി തേക്കണം കംപ്ലൈൻറ്റ് ഉണ്ട്. പിന്നെ ഫ്ലോറിൻ്റെ കവർ ബോൾട്ട് സൈഡ് പോയിട്ടുണ്ട്, അത് കാരണം ബോഡി ഫ്രണ്ട് ബോഡി സ്ക്രൂ ഒക്കെ ഇടാനുണ്ട്. അതേപോലെ ഫ്രണ്ട് ചെറിയ സൗണ്ട് പറയാനുണ്ട്, ബ്രേക്ക് ചെക്കപ്പ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, പിന്നെ ഒരു ഹുക്ക് അഴിച്ച് മാറുന്ന കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ബോഡി കവർ പൊട്ടിയിട്ട് മൊത്തത്തിൽ ജർക്കിംഗ് ആണ്, ഫ്രണ്ട് സൈഡിൽ നിന്നൊക്കെ രീതിയിൽ നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ബോഡി കവർ ഫുള്ളായിട്ട് അഴിച്ച് റീസെറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ കവർ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് അത് മാറ്റണമെന്നില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് പിടിപ്പിക്കാം. പക്ഷേ ഫ്രണ്ട് ഫുള്ള് ബോഡി നമുക്ക് അഴിച്ച് റീസെറ്റ് ചെയ്താലാണ് സൗണ്ടിൻ്റെ കേസൊക്കെ ഒന്ന് റെഡിയാക്കാൻ പറ്റുള്ളൂ. മൊത്തത്തിൽ അതിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ ചാടിപ്പോയിക്കാണ്. പിന്നെ സർവീസാണ് പിന്നെ പറഞ്ഞാണ് ജനറൽ സർവീസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് വണ്ടി വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ അഴിക്കുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് നോക്കുമ്പോൾ കമ്പനി ലൈനർ അടങ്ങുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. ബ്രേക്ക് ക്യാമൊക്കെ നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്, കാരണം ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. പിന്നെ മഴയാണ്, അപ്പോൾ കൈയോടെ നമുക്കത് ഗ്രീസ് ചെയ്ത് വിടണം. പിന്നെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റ് വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ഓയിൽ നോക്കി നല്ല ഓയിലാണ് കേട്ടോ. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാൽ, അപ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് കിടക്കുന്നത് ഒറിജിനൽ ഫിൽറ്ററൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ്. അപ്പോൾ എയർ ഫിൽറ്റർ നമുക്കൊന്ന് മാറ്റിയിടാം, കാരണം ഇതെന്ന് വെച്ചാൽ ഓൾറെഡി വണ്ടി വലിയ കുറവ് കാര്യങ്ങൾ കാണിക്കും. അതോ ഇപ്പം തന്നെ അത് ബ്ലോക്കാണ്, പൊടികറി ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും മാറ്റി കളയണം. ഈ എയർ ഫിൽറ്റർ പ്ലഗ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കമ്പനി ഒറിജിനൽ പാർട്സ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ ബെറ്റർ. കാരണം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പണി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പണി കിട്ടും. പിന്നെ നമ്മളതിൻ്റെ ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ചിട്ടുണ്ട്, ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ചാണത് ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അഴിച്ചാനാണ്. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, അത് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റൊട്ടീൻ ചെക്കപ്പിന് വേണ്ടിയിട്ട് അഴിച്ചാനാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഓരോ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബെൽറ്റൊക്കെ നോക്കി കമ്പനി ബെൽറ്റ് കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് കിടക്കണേ, പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമായിട്ടില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ടൈപ്പ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. നോർമൽ രീതിയിലുള്ള തേയ്മാനമുണ്ട്, എന്ന രീതി മാറ്റേണ്ട സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല കേട്ടോ. ബെൻഡെക്സ് ചെക്ക് ചെയ്ത് വർക്കിംഗ് ഓക്കെയാണ്. വേരിയേറ്റർ ബോഡിയുടെ പ്ലാസ്റ്റിക് ബുഷുകളാണത്. അതിൻ്റെ പീസെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് നമുക്ക് മാറ്റിയിട്ടേക്കാം, അത് അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. ക്ലച്ച് ഔട്ടായാലൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് വരുമ്പോൾ കവർ ഗ്യാസ്കറ്റൊക്കെ ലീക്കായിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ളിലത്തെ ഓയിൽ ലീക്കായി താഴേക്ക് ചാടണി കാണാം. അപ്പോൾ അത് കൈയോടെ ഗ്യാസ്കറ്റ് അഴിച്ച് മാറ്റാം, ഹെഡ് കവറിൻ്റെ മൗണ്ട് റബ്ബർ മാറ്റിയിടാം, അത്രയും ജസ്റ്റ് ചെയ്യാം നമുക്ക്. ചോക്കിൻ്റെ കേബിൾ നോക്കുമ്പോൾ ചോക്ക് കേബിൾ ഇവിടെ നിന്ന് നെട്ട് അടിയത് ബ്ലാസ്റ്റ് നെട്ട് പോയിട്ട് അത് മൊത്തം ചാടി കിടക്കാറുണ്ട്, വലിക്കുമ്പോൾ അങ്ങനെ പൊന്തി പോകുന്ന സിറ്റുവേഷനാണ്. അത് നമുക്ക് കേബിൾ മാറണ്ട, അതന്നെ നമുക്ക് പിടിപ്പിക്കാം. പിന്നെ ഈ ലിവറിൻ്റെ ഈ ഭാഗത്തൊക്കെ ബ്രാൻഡൊക്കെ പോയിട്ട് പുറത്തേക്ക് കിടന്ന് ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നുണ്ട്, ആ സൈഡും ഒന്ന് അഴിച്ച് ടൈറ്റ് ചെയ്യണം. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് നിലവിലൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ കാർബറേറ്റർ വേറെ കംപ്ലയിൻറ്റ് നിങ്ങൾ അഴിക്കാതിരിക്കണം നല്ലത്, കാരണം ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാൽ പോലും ചിലപ്പോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം, കാരണം ഇപ്പോഴത്തെ പെട്രോൾ അങ്ങനത്തെ പെട്രോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും ഓൾറെഡി കസ്റ്റമർ പറഞ്ഞിട്ടില്ല. നമ്മൾ ഓടിച്ച് നോക്കുമ്പോഴും നമുക്ക് ഒരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നില്ല. അത് അഴിച്ചാൽ തന്നെ നമുക്ക് അഡീഷണൽ പേയ്മെൻറ്റ് വരും. അപ്പോൾ നമുക്ക് വെറുതെ ഇപ്പോൾ അഴിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷൊക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട്, ഗ്രീസ് ചെയ്യാനൊക്കെ അഴിച്ചാണ്. അപ്പോൾ ഗ്രീൻ ബുഷ് നമുക്ക് മാറ്റിയിടണം, അത് അത്യാവശ്യം പ്ലേ കാണിച്ചിട്ടുണ്ട്. ലിങ്കിൻ്റെ ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറായാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഇട്ടിട്ടോ, അപ്പോൾ അതൊന്ന് അഴിച്ച് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ഫ്രണ്ട് ടയർ മാക്സിമം തീർന്നതാണ്. ഈ സൈഡ് നോക്കുമ്പോൾ സൈഡ് വെട്ടി തേഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ വെട്ടി തേഞ്ഞെന്ന് പറഞ്ഞാൽ നോർമലി ഈ സ്കൂട്ടർ മോഡലിൽ നിന്ന് റൈറ്റ് സൈഡിൽ തേയ്മാനം കൂടുതലായിരിക്കും. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ടയർ റൊട്ടേഷൻ ചെയ്ത് വിടണം, കാരണം നമുക്ക് ലിങ്ക് ടൈപ്പ് വന്ന ഹോണ്ടയുടെ വണ്ടികൾ ഫ്രണ്ടും ബാക്കും 10 ഇഞ്ച് വീല വരാം. അപ്പോൾ എപ്പോഴും നമ്മൾ ടയർ മാറുന്ന സമയത്ത് ഫ്രണ്ടിലെ ടയർ ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ ഫ്രണ്ടിലിടാം, കാരണം ബാക്കിൽ വന്ന ടയർ പെട്ടെന്ന് തീരും. അത് നോർമൽ ഏകദേശം മാക്സിമം ഓടിക്കഴിഞ്ഞാൽ ഒരു 12,000 കിലോമീറ്റർ കിട്ടുള്ളൂ. അപ്പോൾ ബാക്കിലത്തെ ടയർ എപ്പോഴും മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ മാറ്റണ സമയത്ത് നമുക്ക് ഫ്രണ്ടിലെ ടയർ ഡിസ്കേപ്പാടി തന്നെ അഴിച്ച് ബാക്കിലേക്ക് ഇടാം, പുതിയ ടയർ ഫ്രണ്ടിലിടാം, ഏറ്റവും ബെറ്റർ അതാണ്. പിന്നെ ഇതേ പാറ്റേണിലുള്ള ടയർ ഇടാം, അതിപ്പോൾ ഏത് കമ്പനിയുടെ ആയാലും അപ്പോളോ സിയറ്റോ അല്ലെങ്കിൽ MRF ഇപ്പോൾ TVSൻ്റെ ആണെങ്കിലും ഈ പാറ്റേൺ തന്നെ യൂസ് ചെയ്യണമാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ആ മോഡൽ ടയറൊക്കെ ഇടാതിരിക്കണം നല്ലത്. അത് വേറെ ഓപ്ഷൻ ഇല്ലാണ്ട് ഇട്ടാണായിരിക്കാം, കാരണം വല്ല പഞ്ചർ ഇട്ടിട്ടാണാകാം, പക്ഷേ അങ്ങനത്തെ ഇടാതിരിക്കുക, അങ്ങനത്തെ ടയർ റൊട്ടേഷനിലേക്ക് ഇടാതിരിക്കുക. കാരണം അത് ഇടുമ്പോഴത്തേക്ക് നമുക്കത് വണ്ടി ഓടിക്കാൻ കംഫർട്ട് കിട്ടില്ല. എപ്പോഴും കമ്പനി പറയുന്ന അതേ മോഡൽ തന്നെ യൂസ് ചെയ്യണം ഏറ്റവും ബെറ്റർ കേട്ടോ. അതിപ്പോൾ കമ്പനി ഇപ്പോൾ ഏത് വേണമെങ്കിലും എടുത്തോ, നിങ്ങൾ നോക്കിയിട്ട് ഇപ്പോൾ TVS അപ്പോളോ സിയറ്റോ ഏത് വേണമെങ്കിലും എടുക്കാം, പാറ്റേൺ ഇതായിരിക്കും ഏറ്റവും ബെറ്റർ. പറ്റുമെന്നുണ്ടെങ്കിൽ MRFൻ്റെ ഇടാം, അതായിരിക്കും കുറേ കൂടി നല്ലത്. ഒരു 10-100 വ്യത്യാസമൊക്കെയാണ് നിലവിൽ വരുള്ളൂ. നല്ല സാധനം ഉപയോഗിക്കുക, അതാണ് കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ഫ്രണ്ട് ബോഡി കവർ ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് റീസെറ്റ്, കാരണം ഞാൻ വണ്ടി മറിഞ്ഞു വീണ് കഴിഞ്ഞപ്പോൾ ഈ ഇന്നർ കവറിൻ്റെ ഇവിടുത്തെ ഭാഗം പൊട്ടിപ്പോയി. അപ്പോൾ തന്നെ പൊസിഷൻ എല്ലാത്തിൻ്റെ ആ കവറിൻ്റെ ലെഗ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടിപ്പോയി. വണ്ടി ഇപ്പോൾ ഓടിക്കുന്ന സമയത്ത് ഫ്രണ്ട് സൈഡിൽ നിന്നൊക്കെ രീതിയിൽ നിന്ന് സൗണ്ട് ഒന്നും ഉണ്ടാക്കുക, അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് റീസെറ്റ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. അത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസ് അമ്മാതിരി വർക്കൊന്നും വന്നില്ല, പക്ഷേ നമുക്കത് ചെയ്യാതെ മാർഗ്ഗമില്ല. കാരണം വെച്ചാൽ സർവീസ് വർക്കിന് പുറമെ വന്ന കേസാണെങ്കിൽ പോലും നമ്മളത് അഴിച്ച് കൂട്ടത്തിൽ കൂടെ ചെയ്യണമുണ്ട് കേട്ടോ.
അപ്പോൾ അതിന് ലേബർ ചാർജ് അഡീഷണൽ ആയിട്ട് നമ്മൾ അഴിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ എമൗണ്ട് വരും. പക്ഷെ എന്നാൽ പോലും അങ്ങനെ ചെയ്താലാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ ലിവർ ബാൻഡ് പോയിട്ട് ആ സാധനം കിടന്ന് ഇളകുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. തൽക്കാലം ക്ലീൻ ചെയ്ത് കയറ്റാം, കുഴപ്പമില്ല. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് അതിലൊന്ന് ക്ലീൻ ചെയ്ത് തരാം. എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ നല്ല ഓയിലാണ് കേട്ടോ, പുതിയ ഓയിൽ വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ഓയിൽ അത് തന്നെ മതി. ഓയിൽ കിലോമീറ്റർ നോക്കി മാറ്റിക്കോളണം കേട്ടോ. 3000 കിലോമീറ്ററാണ് ഓടിക്കാൻ പാടുള്ളൂ. നമ്മളതിൻ്റെ കളറ് നോക്കി മാറ്റാൻ നിൽക്കരുത്. കിലോമീറ്റർ 3000 ആയിക്കഴിഞ്ഞാൽ മാറ്റിച്ചോണം. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയ ഓയിലാണെന്ന് ഇപ്പം നോക്കിയിട്ട് നമ്മുടെ ഒരു കാഴ്ചപ്പാടിലെ കളറ് നോക്കിയിട്ട് നമ്മൾ പറയാം. പക്ഷേ കിലോമീറ്റർ 3000 ഓടിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി കളയാം. കാരണം കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യണ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ട് കളർ ചേഞ്ച് വരില്ല. കാരണം അത്രയും ഫ്രഷായിരിക്കും അതിൻ്റെ എഞ്ചിൻ്റെ ഉൾഭാഗം. ഈ ഒരുപാട് കറുത്തിരിക്കുന്നത് ഒരുപാട് അഴുക്കായിട്ട് കാണുന്നത് പറഞ്ഞാൽ അത്രയും അതിൻ്റെ ഉള്ളിൽ അഴുക്കുണ്ടാവും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റുമ്പോൾ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റാനായിട്ട് നോക്കാം. 3000 കിലോമീറ്റർ ആയി ഉണ്ടോ ഓയിൽ മാറ്റിയേക്കാം. ആ നഷ്ടം നോക്കണ്ട. അത് എഞ്ചിൻ്റെ ലൈഫ് മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. ആ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിലവിൽ കുഴപ്പം കാണുന്നില്ല. എഞ്ചിൻ ഓയിൽ ചെക്കപ്പാ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. കളറും വലിയ വ്യത്യാസമില്ല. അപ്പോൾ ഓയിൽ തന്നെ ആയാലും മതി. പിന്നെ കീ ഹോൾഡർ ഇവിടുത്തെ റബ്ബറൊക്കെ ചാടിപ്പോയിണ്ടാവും, അതൊന്നിട്ട് പിടിപ്പിക്കാം നമുക്ക്. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ലായിക്കോളും. പിന്നെ ഇവിടെയാണ് പൊട്ടിപ്പോയണം. അപ്പോൾ സെപ്പറേറ്റ് ഒരു സ്ക്രൂ വാഷ കൊടുത്തിട്ട് ബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ പരമാവധി വീഡിയോ കൃത്യമായിട്ട് കാണാം, എല്ലാ ഭാഗങ്ങളും കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോ, വിളിച്ച് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അതിന് ശേഷം മാത്രം പെർമിഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്റ്റ് ചെയ്തോളാം. ഡീറ്റെയിൽ വീഡിയോ എസ്റ്റിമേറ്റും കൂടി വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ.